മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. നമ്മുടെ കേരളത്തില് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സകല മോദി വിരുദ്ധരും ഒരേ സ്വരത്തിൽ സംഘപരിവാറിന്റെ നരേന്ദ്രമോദി സംവിധാനങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ തലയിലേക്കാണ് ഓടിക്കയറുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു. അതിന് ഏത് വിധേനയും തടയിടണം, കടക്കൽ കത്തിവെക്കണം, ആ ലക്ഷ്യവുമായിട്ടാണ്. എന്നാൽ ഇതിനെയൊക്കെ വളരെ ലളിതമായിട്ട്, വളരെ വ്യക്തമായിട്ട് ശോഭാ സുരേന്ദ്രൻ എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിട്ടുള്ളൊരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം, അവർ സംസാരിച്ചതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. എങ്ങനെയാണ് സകല മതങ്ങളെയും ശോഭാ സുരേന്ദ്രൻ, ഭാരതീയ ജനതാ പാർട്ടി, സംഘപരിവാർ, RSS ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ബീഹാർ, നേപ്പാള്, ഉത്തർപ്രദേശിനെ ചേർത്തിട്ടാണ് ബുദ്ധ സർക്യൂട്ട് ഉണ്ടാക്കിയത്. അറിയാലോ, യാത്ര ചെയ്യുന്ന ഒരാളാണ്. റിലീജിയസ് ടൂറിസം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നമ്മുടെ ക്രൈസ്തവ വിശ്വാസം കേരളത്തില് പഴയ കാലഘട്ടം മുതൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് പാലയൂര് പള്ളി. ഇപ്പൊ നമ്മളുടെ യാത്ര വലിയ യാത്ര ചെയ്യുന്ന ആളാണ് ഞാനിപ്പോ ഇത് പറയണമെന്നല്ല. ആലപ്പുഴ ജില്ലയിൽ പോലും നല്ല ധാരാളം ചരിത്രം പറയുന്ന പള്ളികള് മലയാറ്റൂരിൽ ഒരു പള്ളിയുണ്ട്, അതൊരു വലിയ ഇതാണ്. ചെങ്ങന്നൂരിൽ ഒരു പഴയ സുറിയാനി പള്ളിയുണ്ട്. പിന്നെ കൊടുങ്ങല്ലൂരിൽ നമുക്ക് ചേരമൻ മസ്ജിദ് ഉണ്ട്. അതേപോലെ മാലിക് ദിനാറിന്റെ പള്ളി കാസർഗോഡ് ഉണ്ട്. താഴത്തങ്ങാടി ജുമാ മസ്ജിദ് കോട്ടയത്തുണ്ട്. അപ്പോ അമ്പലങ്ങളെ കുറിച്ച് പറയേ വേണ്ട, അതിപുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട്. മമ്പറം പള്ളിയുണ്ട്. അപ്പോ ഇങ്ങനെയുള്ള ഒരു ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി എത്ര പണം മുടക്കാൻ തയ്യാറുള്ള ഒരു ലോകത്തുണ്ട്. അപ്പൊ ഇവരെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിക്കൂടെ എന്നുള്ള ഒരു ചിന്തയും അതിൽ നിന്നൊരു വികസന രേഖയും, ബുദ്ധ സർക്യൂട്ടിനെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ദേവാലയങ്ങളെ ഉപയോഗിക്കുക. നിങ്ങൾ കേട്ടില്ലേ, എത്ര ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാടാണ് ശോഭാ സുരേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് RSSന്റെ നിലപാട്, ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്, ഇതാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. എല്ലാ മതങ്ങളെയും ഒരുപോലെ, അതിൽ ക്രിസ്ത്യൻ മതവിശ്വാസികളെ പറയുന്നുണ്ട്, മുസ്ലിം മതവിശ്വാസികളെ പറയുന്നുണ്ട്, അതിൽ ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷേത്രങ്ങള്, പള്ളികളെ കുറിച്ചൊക്കെ തന്നെ. ചേരമാൻ പള്ളി, ക്രിസ്ത്യൻ പള്ളികള്, അതേപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങള്, ഇതൊക്കെ തന്നെ കണക്ട് ചെയ്തിട്ട് ഒരു റിലീജിയസ് ടൂറിസം നമ്മുടെ കേരളം ഉയർത്തിപ്പിടിക്കണം. ലോകം മൊത്തമുള്ള ആളുകള്, വിനോദസഞ്ചാരികള് നമ്മുടെ കേരളത്തിലേക്ക് വരും. വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ തന്നെ നമ്മുടെ കേരളത്തിൽ കൃത്യമായ ഒരു വികസനം ഉയർത്തിപ്പിടിക്കാമെന്നൊക്കെ, ഇതൊക്കെ ഒരു വളരെ വലിയ രീതിയിൽ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണുന്നത് കൊണ്ടാ എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ ഇവര് ഉയർത്തിപ്പിടിക്കുന്നത്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്, RSSന്റെ നിലപാട്. നമ്മളിപ്പോ ഇവിടെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളത്തില് സകല മോദി വിരുദ്ധരും കൂടി, സകല BJP വിരുദ്ധ ആളുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട്, ഇതില് ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ഇടതുപക്ഷം ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. RSS അങ്ങനെ ചെയ്തോ എന്ന് പറഞ്ഞ് എവിടെയൊക്കെയോ ഉള്ള വീഡിയോകൾ പൊക്കി പിടിച്ചു വരുന്നുണ്ട്. പല രീതിയില്, പല കോലത്തില് വീഡിയോകൾ ഇറക്കാണ്. അതിലൊക്കെ തന്നെ ഈ പൊട്ടു തൊട്ടത് കണ്ട്, കുറി തൊട്ടത് കണ്ട് RSS എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഈ നെറികേട് ചെയ്യുന്നവരുടെ നെറ്റിയിൽ കുറിയുണ്ടെങ്കിൽ അതൊക്കെ തന്നെ RSS ആണ് എന്ന് എങ്ങനെ ഇത്തരം ആളുകൾ വിളിച്ചു പറയാ? RSS എന്താണ് എന്നൊന്ന് വ്യക്തമായിട്ട് പഠിച്ചാൽ ബോധമുള്ള ഒരു മനുഷ്യരും ഒരിക്കലും മറ്റു മതങ്ങളെ RSS എന്തെങ്കിലും ചെയ്തു എന്ന് ഒരിക്കലും പറയാൻ സാധിക്കൂല. അങ്ങനെ ഒരു വാർത്ത വന്നാൽ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ എന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചിന്തിക്കൂ. RSS എന്താണ് എന്നൊന്ന് ലളിതമായിട്ട് പഠിച്ചാൽ വളരെ ലളിതമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അവർ രാജ്യത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്, അവർ നമ്മുടെ പിറന്ന മണ്ണിനെയാണ് സ്നേഹിക്കുന്നത്. ഇവിടെ വലിയ ഐക്യം വേണമെന്നും എല്ലാവരും ഒരേപോലെയാണെന്നുമാണ് അവര് ഉയർത്തിപ്പിടിക്കുന്നത്. വളരെ ലളിതമാണ്. ഇവിടെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ, അവിടെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ. നിങ്ങളൊക്കെ അജ്മൽ കസബിനെ മറന്നിട്ടാണോ ഇപ്പോ ഈ പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ, മോദിക്കെതിരെ, ഈ BJPക്കെതിരെയൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്? അജ്മൽ കസബിലൂടെ എന്തായിരുന്നു ലഷ്കർ-ഇ-ത്വയ്ബ നമ്മുടെ രാജ്യത്ത് ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്? നമ്മുടെ രാജ്യത്ത് വലിയൊരു ഭീകരാക്രമണം നടത്തുക. മുംബൈ ഭീകരാക്രമണം നമുക്കറിയാം. ആ ഭീകരാക്രമണം നടത്തിയിട്ട് കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ട് അജ്മൽ കസബ്.
ആ കയ്യിൽ ചരട് കെട്ടിയിട്ട് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് സമീർ ദിനേശ് ചൗധരി എന്ന പേരിൽ മരിക്കുക എന്നതായിരുന്നു ഈ പറയുന്ന അജ്മൽ കസബിന്റെ ലക്ഷ്യം. ഹിന്ദു തീവ്രവാദി എന്ന രീതിയിൽ കൊല്ലപ്പെടുക എന്നായിരുന്നു അജ്മൽ കസബിന്റെ ലക്ഷ്യം. ആളുകളെ കൊല ചെയ്യുക, കയ്യിൽ ചരട് ഉയർത്തിപ്പിടിക്കുക. അപ്പൊ എന്താണ് രാജ്യവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുക, ഓ ഹിന്ദു തീവ്രവാദി അങ്ങനെ ചെയ്തു എന്ന്. അത്തരത്തിലൊരു ലക്ഷ്യം അജ്മൽ കസബിന് പോലും ഉണ്ടായിരുന്നു. അജ്മൽ കസബ് സകലരെയും കൊന്നിട്ട് പൊട്ടിത്തെറിക്കാൻ വന്നിട്ടുള്ള അജ്മൽ കസബ് പോലും ഇതൊക്കെ ചെയ്തത് ഹിന്ദു മതത്തിലുള്ളതാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ, ആ പേരിൽ മരണപ്പെടാൻ ഈ അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണം പോലും നടത്തിയത് മലയാളികൾക്ക് മറന്നിട്ടാണോ? ഒരു ഉളുപ്പുമില്ലാതെ അവിടെയും ഇവിടെയും ഒക്കെ ഓരോ വീഡിയോ പൊക്കിപ്പിടിച്ച് ഈ രംഗത്ത് വരുന്നത്. ഒരു തർക്കവും വേണ്ട. ഒരു RSSകാരനും ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരനും ഒരു സംഘപരിവാറുകാരനും ഒരു ക്രിസ്മസ് ആഘോഷങ്ങളെ എന്നല്ല, ഓരോ മതത്തിന്റെയും ആഘോഷങ്ങളെ എതിർക്കില്ല. അതാണ് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ നിരന്തരം പറയുന്നത്. കൃത്യമായിട്ട് ശോഭാ സുരേന്ദ്രൻ കേരളത്തിൽ ഇത്തരം പ്രചരണങ്ങളെ എടുത്ത് ആറ്റിലെറിഞ്ഞുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ മനോരമയുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട്. ക്രിസ്മസിന്റെ മഹത്വത്തെ കുറിച്ച് ഉയർത്തിപ്പിടിച്ചിട്ട് കൃത്യമായിട്ട് ക്രിസ്മസ് സന്ദേശം കൊടുത്തുകൊണ്ട് അവര് മത്സരിച്ച ജില്ലയിൽ അവര് കൃത്യമായിട്ട് ഒരു സന്ദേശം കൊടുക്കുക, ഞങ്ങൾ എങ്ങനെയാണ് ക്രിസ്മസിനെ നോക്കിക്കാണുന്നത് എന്ന്. അവര് നമ്മുടെ ഒരു ചെറിയൊരു ഭാഗം അവിടെ കൊടുത്ത എല്ലാ മതങ്ങളെയും അവർ ഒരുപോലെ കാണുന്നത്. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും നെറുകേട് ഏതെങ്കിലും ഒരു കുറി തൊട്ടവൻ ചെയ്യുമ്പോഴേക്ക് ഇവിടെ ചാടി വീഴ ഒരുപാടാണ്. ഓ RSS സംഘപരിവാർ എന്ന് ഇതൊക്കെ പറയുമ്പോ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, അധികമൊന്നും ഒരാള് പോലും ചിന്തിക്കേണ്ടതില്ല. മുംബൈ ഭീകരാക്രമണത്തില് അജ്മൽ കസബിന്റെ കയ്യിൽ പോലും ചരട് കെട്ടിയിട്ട് കൂട്ടക്കൊല നടത്തി ഒരു ഹിന്ദുവിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ട് ഇത് ഹിന്ദു തീവ്രവാദി ചെയ്തു എന്ന രീതിയിൽ മുംബൈ ഭീകരാക്രമണത്തെ പോലും എത്തിക്കാൻ ലഷ്കർ-ഇ-ത്വയ്ബ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന ഒരൊറ്റ കാര്യം ഓർത്താൽ മാത്രം മതി. നമ്മുടെ കേരളത്തില്, നമ്മുടെ രാജ്യത്ത് ക്രിസ്മസിനെതിരെ ആരാണ് ഇതൊക്കെ ആസൂത്രിതമായിട്ട് ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിൽ ഇപ്പൊ സകല മോദി വിരുദ്ധർക്കും ഒരു ലക്ഷ്യമുണ്ട്. കേരളത്തിൽ ഓരോ തരത്തിലും ഭാരതീയ ജനതാ പാർട്ടി വളരരുത്, ഒരു തരത്തിലും മോദി സംവിധാനങ്ങൾ വളരരുത്, ഒരു തരത്തിലും രാജ്യസ്നേഹികള് ദേശത്തെ ഉയർത്തിപ്പിടിക്കുന്നവർ അധികാരത്തിലെത്തരുത്. അവരെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭയം ആർക്കാ? ഇവിടെയുള്ള പോപ്പുലർ ഫ്രണ്ടുകാർക്ക്, ഇവിടെയുള്ള SDPIക്കാർക്ക്, ഇവിടെയുള്ള ജിഹാദികൾക്ക്, ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. ഇവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇവിടെയുള്ള ഇടതിനെയും വലതിനെയും കൂട്ടുപിടിച്ചിട്ട് സകല കള്ള പ്രചരണവുമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാട്ടിയിട്ട് ഇത് കണ്ട് പേടിച്ച് ഇവർക്കൊപ്പമൊക്കെ നിൽക്കുന്നതിന് മുമ്പ് എന്താണ് യാഥാർത്ഥ്യം എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയുക. ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ വലിയ കുഴികളിലേക്ക്, ഇവിടെ UDF ഭരിക്കാൻ ഒരു തർക്കം വേണ്ട, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും നമ്മുടെ കേരളം ഭരിക്കാൻ നിയന്ത്രിക്കാൻ ഒരു തർക്കം വേണ്ട. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം കൊടുക്കാം. അതായത് ഉസ്മാൻ ഹാദിക്ക് വിട എന്ന് പറഞ്ഞ് ഒരു നെറികെട്ടവര് ഇന്ത്യ രാജ്യത്തിനെതിരെ നെറികേട് വിളിച്ചു പറഞ്ഞ നെറികെട്ട തീവ്രവാദി കൊല്ലപ്പെട്ടിട്ട് ഇവിടെ ആഘോഷിക്കുക. അതേസമയം നിങ്ങളൊന്ന് ലളിതമായിട്ട് ചിന്തിച്ചു നോക്കൂ, ക്രിസ്മസിനെതിരെ ഒരു കുറിതട്ടവൻ നെറികേട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു രംഗത്തെത്തിയിട്ട്, ഏതെങ്കിലും ഒരു സംഘപരിവാറുകാരൻ രംഗത്തെത്തിയിട്ട്, ഏതെങ്കിലും ഒരു RSSകാരൻ രംഗത്തെത്തിയിട്ട് ആ ചെയ്തതിനെ ന്യായീകരിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. അതിന് സകലരും ഒരേ സ്വരത്തിൽ തള്ളിക്കളഞ്ഞതാ. ക്രിസ്മസിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് ഒരേ സ്വരത്തിൽ സംഘപരിവാറുകാർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ, നമ്മുടെ മണ്ണിനെതിരെ നെറികേട് വിളിച്ചു പറഞ്ഞ നെറികെട്ട തീവ്രവാദി ഉസ്മാൻ ഹാദിക്ക് ഇവിടെ പിന്തുണയാ. അതിന്റെ ഒരു തെളിവാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാം. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നത് ബംഗ്ലാദേശിലുള്ള അതേ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ വലിയ ഭയത്തോടെയാണ് കാണുന്നത്. അവരുടെ കുതന്ത്രങ്ങളില് ബോധമുള്ള ഒരു മലയാളിയും ഒരിക്കലും വീഴാതിരിക്കുക.